Good morning, dear students. നമുക്കിന്ന് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു കം അക്രോസ് എനി പേഴ്സൺ വിത്ത് ഇമ്പോർച്ചുനേറ്റ് ബിഹേവിയർ? ഹൗ ഡിഡ് യു ഫീൽ അബൌട്ട് ഇറ്റ്? ഡിസ്ക്രൈബ് യുവർ എക്സ്പീരിയൻസ്. ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ്, അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും ആരെങ്കിലും നിങ്ങളോട് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതായിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനത്തെ ഒരു അനുഭവത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, അതേപ്പറ്റി ഒന്ന് വിവരിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ചോദ്യത്തിന് യെസ് ഓർ നോ എന്ന ആൻസർ കൊടുക്കാം. പക്ഷേ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ യെസ് എന്നൊരു ആൻസർ കൊടുത്തിട്ട് അതിനൊരു റീസൺ കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾ ഏതെങ്കിലും ഒരു നൈബറോ അല്ലെങ്കിൽ ഒരു ക്ലാസ്മേറ്റോ ഇങ്ങനെ ആരെങ്കിലും ഈ ഒരു ബിഹേവിയർ ഉള്ളവരുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു റീസൺ കൂടെ പറയാം. ലൈക്ക് വെനെവർ ഹി സീസ് മീ ഹി ആസ്ക് മീ സോ മെനി ക്വസ്റ്റൻസ് അബൌട്ട് മൈ പേഴ്സണൽ ലൈഫ് എക്സെട്ര ആൻഡ് ഹി കീപ്സ് ഓൺ റിപ്പീറ്റിംഗ് ദ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും അവരെ കാണുമ്പോൾ ഒന്ന് മാറി നിൽക്കാൻ ശ്രമിക്കാറുണ്ടെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്, വൈ വാസ് ദ നരേറ്റർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ മാൻ ഹു വാസ് വാച്ചിങ് ഹിം? അതായത് തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യനെ എന്തുകൊണ്ടാണ് നമ്മുടെ കഥാകൃത്തിന്, അതായത് ഡോക്ടർ എ.ജെ. ക്രോണിന് ഒരു താല്പര്യം തോന്നാതിരുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, ഹിയർ ദ നരേറ്റർ ആക്ച്വലി വാണ്ടഡ് ടു അവോയ്ഡ് ദ ബോർഡം ഓഫ് ഇമ്പോർച്ചുനേറ്റ് ബിഹേവിയർ. മോറോവർ ഹി ലൈക്സ് ടു ടേക്ക് റെസ്റ്റ്. ഇപ്പോൾ നമ്മുടെ നരേറ്ററിന് ഈ ഇമ്പോർച്ചുനേറ്റ് ബിഹേവിയർ ഉള്ളവരുടെ സംസാരത്തിൽപ്പെട്ട് ടൈം കളയുന്നതിനോട് ഒട്ടും താല്പര്യമില്ല, ബോറടിക്കാൻ താല്പര്യമില്ല. അതുപോലെ അദ്ദേഹത്തിന് നന്നായിട്ട് റെസ്റ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കാര്യമായിട്ട് താല്പര്യം കാണിക്കാത്തത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ദ നരേറ്റർ ഒബ്സർവ്ഡ് ദ മാൻ ആൻഡ് ഡിസ്ക്രൈബ്ഡ് ഹിം ഇൻ വിവിഡ് ടേംസ്. ഹൗ ഡിഡ് ഹി ഡിസ്ക്രൈബ് ഹിം? അതായത് നമ്മുടെ എ.ജെ. ക്രോണിൻ ആ മനുഷ്യനെ നന്നായിട്ട് നിരീക്ഷിക്കുകയും അതുപോലെ വളരെ വ്യക്തമായ വാക്കുകളിൽ അദ്ദേഹത്തെ ഒന്ന് വിവരിക്കുകയും ചെയ്തു. എങ്ങനെയാണ് അയാളെക്കുറിച്ച് നമ്മുടെ നരേറ്റർ വിശദീകരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഹിയർ നരേറ്റർ ഡിസ്ക്രൈബ്ഡ് ഹിം ആസ് എ മാൻ ഇൻ ഹിസ് ഏർലി 40s അല്ലേ. പിന്നെ എന്താണ്, ഫെയർ കംപ്ലീഷൻ, അതുപോലെ ക്ലിയർ ബ്ലൂ ഐസ്, ദെൻ ഹീസ് ഷോർട്ട്. 40 വയസ്സ് പ്രായമുള്ള പൊക്കം കുറഞ്ഞ കാണാൻ സുന്ദരനായ നല്ല നീല കണ്ണുകളുള്ള ഒരു വ്യക്തിയായിട്ട് നരേറ്റർ ഇയാളെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ദെൻ ഹീ സെയ്സ് ഹി ഹാഡ് തിൻ ഹെയർ ആൻഡ് ഹി വാസ് സംവാട്ട് ബാൾഡ്. ദെൻ he had a dark suit and a sober tie and rimless spectacles. അദ്ദേഹം പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന് വളരെ തിന്നായിട്ടുള്ള ഹെയറാണ്, ചെറുതായിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ കഷണ്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, മുടിയൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരു ഡാർക്ക് സ്യൂട്ടും വളരെ സാധാരണയായിട്ടുള്ള ഒരു ടൈയും അതുപോലെ അരികൊന്നുമില്ലാത്ത കൂട്ട് സ്പെക്ടക്കിൾസൊക്കെയാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. സോ ഹി സീംഡ് ടു ബി എ ഗ്രേവ് ആൻഡ് റിസർവ്ഡ് പേഴ്സൺ. വളരെ സീരിയസ് ആയിട്ടുള്ള, അധികം അങ്ങനെ എല്ലാവരോടും സംസാരിച്ച് നടക്കാത്ത ഒരു വ്യക്തിയായിട്ട് ആ ഒരു പേഴ്സണാലിറ്റി ഇദ്ദേഹത്തിൻ്റെ അപ്പിയറൻസിൽ നിന്നും മനസ്സിലാകുന്നു എന്നാണ് നമ്മുടെ നരേറ്റർ പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ നരേറ്റർ നോട്ടീസ് ദ ഫെലോ വോയേജർ ദ നെക്സ്റ്റ് ഡേ? ഇപ്പം നമ്മുടെ നരേറ്റർ എന്തുകൊണ്ടാണ് തൻ്റെ സഹയാത്രികനെ അടുത്ത ദിവസം ശ്രദ്ധിച്ചത്? അതിനുള്ള കാരണം എന്താണ്? ദ നെക്സ്റ്റ് ഡേ ഓൾസോ ദ നരേറ്റർ saw the same man observing him earnestly. Okay, and this time there was his wife too. So this made the narrator notice him again. ഇപ്പോൾ നെക്സ്റ്റ് ഡേയിലും നമ്മുടെ നരേറ്ററിനെ ഈ വ്യക്തി നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് അദ്ദേഹം കാണുകയാണ്. ഈ സമയത്ത് അദ്ദേഹം കാണുന്നത് ഈ വ്യക്തി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെയുണ്ട്. അപ്പം എന്തോ കാര്യമുണ്ടല്ലോ തന്നെ ഇങ്ങനെ നോക്കുന്നതിൽ എന്നുള്ള ഒരു കാര്യം ഇദ്ദേഹത്തിന് മനസ്സിൽ വരികയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒന്ന് നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് ദ വിസിറ്റ് ഓഫ് ദ വോയേജർ ആൻഡ് ഹിസ് വൈഫ് ടു അമേരിക്ക? അതായത് നമ്മുടെ യാത്രക്കാരൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും അമേരിക്കയിലേക്കുള്ള സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നാണ് ചോദ്യം. മീൻസ് മിസ്റ്റർ ജോൺ ആൻഡ് മിസ്സസ് ജോൺ അവർ എന്തുകൊണ്ടാണ് അമേരിക്കയിലേക്ക് യാത്ര പോയത്? ദേ ഹാഡ് ദിസ് ട്രിപ്പ് ടു visit the settlement houses in New York and other cities for young people. And they visited there to study the methods employed in dealing with cases of backward, maladjusted and delinquent youth.
അമേരിക്കയിലെ ന്യൂയോർക്ക് പോലുള്ള പല സിറ്റികളിലും കാണുന്ന സെറ്റിൽമെൻറ്റ് ഹൗസസ് അതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്താനും സന്ദർശിക്കാനും അതുപോലെ തന്നെ വഴിതെറ്റിപ്പോയ നാശത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന യുവജനങ്ങളെയൊക്കെ എങ്ങനെയാണ് തിരികെ കൊണ്ടുവരുന്നത് ആ മെത്തേഡൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയാണ് ഇവർ അമേരിക്ക വിസിറ്റ് ചെയ്തത്. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യൻ. ഐ ഫൗണ്ട് മൈസെൽഫ് ലൈക്കിംഗ് ഹിം ഇൻസ്റ്റിങ്ക്റ്റീവ്ലി. വൈ? ഒരു ജന്മവാസന എന്ന പോലെ ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കാൻ തുടങ്ങുന്നതായിട്ട് എനിക്ക് തോന്നി എന്ന് എ.ജെ. ക്രോണിൻ പറയുന്നുണ്ട്. എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. Our doctor found that there was a genuine enthusiasm that was disarming in Mr. John. നമ്മുടെ ജോണിൻ്റെ സംസാരത്തിൽ അദ്ദേഹത്തിന് എ.ജെ. ക്രോണിനുമായിട്ട് സംസാരിക്കണം, പരിചയപ്പെടണം എന്നുള്ള ഒരു യഥാർത്ഥ താല്പര്യം അത് ഉണ്ടായിരുന്നു എന്ന് ഡോക്ടറിന് മനസ്സിലാകുകയാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടറിന് ഒരു താല്പര്യമുണ്ടാവുകയാണ് ഇദ്ദേഹത്തിനെ കേൾക്കണം. 7th question. What did Cronin learn about the man after questioning him further? അപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ മിസ്റ്റർ ജോണിനെ കുറിച്ച് എന്താണ് ക്രോണിന് മനസ്സിലാക്കാൻ സാധിച്ചത്? After questioning them further, Dr. Cronin learned that Mr. John and Mrs. John, they had been working for the past 15 years in the field of youth welfare. അതായത് കൂടുതൽ അവരുമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നത് മിസ്റ്റർ ജോണും അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ടുപേരും കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് യുവജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അവരെ നേർവഴിക്ക് നയിക്കാനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. 8ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് ദ കപ്പിൾ ഹെൽപ്പ് ഡെർലിറ്റ് അഡോളസൻസ് ടു ലീഡ് നോർമൽ ലൈഫ്സ്? അതായത് വഴിതെറ്റിപ്പോയ ദുരിതത്തിലായ കൗമാരക്കാരെ, യുവജനങ്ങളെ എങ്ങനെയാണ് സാധാരണ ജീവിതത്തിലേക്ക് ഈ ദമ്പതികൾ തിരികെ കൊണ്ടുവന്നത്, സഹായിച്ചത് എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെയാണ് സഹായിച്ചത്? They took the derelict adolescents from the juvenile courts to heal them in mind and body. അവർ ജുവനൈൽ കോർട്സ് എന്നൊക്കെ വരുന്ന ഇത്തരത്തിലുള്ള കുട്ടികളെ അവിടുന്ന് സ്വീകരിച്ച് അവരുടെ മനസ്സിനെയും ശരീരത്തെയും സുഖപ്പെടുത്തി. ഓക്കെ, അതിനായിട്ടാണ് അവർ സ്വീകരിക്കുന്നത്. എന്നിട്ടോ help them lead a normal life in the society. They were given training in a useful handicraft. അപ്പോൾ ഇവർക്ക് സൊസൈറ്റിയിൽ സാധാരണ ഒരു ജീവിതം നയിക്കാനായിട്ട്, നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട്, ഏണിങ് നേടാനായിട്ട് നല്ലൊരു ഹാൻഡിക്രാഫ്റ്റിൽ അവർക്ക് താല്പര്യമുള്ളതിൽ അവർക്ക് ട്രെയിനിങ്ങും നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവരെ സഹായിക്കുന്നത് പുതിയൊരു ജീവിതം ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, 9th question. What did Cronin mean by the expression the veils parted? സോ ദ വെയിൽസ് പാർട്ടഡ് എന്ന പ്രയോഗം കൊണ്ട് എന്താണ് ക്രോണിൻ അർത്ഥമാക്കുന്നത് എന്നാണ് ചോദ്യം. അതായത് എല്ലാം മറനീക്കി, അതായത് എവറിത്തിങ് ബിക്കെയിം ക്ലിയർ ടു ഹിം, എല്ലാം നമ്മുടെ ഡോക്ടർ ക്രോണിന് ഇപ്പോൾ മനസ്സിലായി. മുമ്പിലുണ്ടായിരുന്ന തടസ്സം, മറ, അതെല്ലാം നീങ്ങിപ്പോയിരിക്കുന്നു, ഇപ്പോൾ എല്ലാം ക്ലിയറായി. ഓക്കെ, 10th question. I was awakened by a loud banging on the door. Who was banging on the door? Why? അതായത് കഥയിൽ ശക്തമായിട്ട് ആരോ മുട്ടുന്നത് കേട്ടിട്ടാണ് ഞാൻ ഉറക്കമുണർന്നത്. ആരായിരുന്നു കഥയിൽ അങ്ങനെ തട്ടിയത്, എന്തിനായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇറ്റ് വാസ് എ പോലീസ് സർജൻറ്റ് ബാങ്കിങ് ഓൺ ഹിസ് ഡോർ, റൈറ്റ്? ഒരു പോലീസുകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡോറിൽ മുട്ടിക്കൊണ്ടിരുന്നത്. ആൻഡ് ഹി കെയിം ടു ഇൻഫോം ദ ഡോക്ടർ അബൌട്ട് എ സൂയിസൈഡ് അറ്റംപ്റ്റ് കേസ് ഇൻ ദ നിയർ ബൈ ലോഡ്ജിങ്. തൊട്ടടുത്ത ഒരു താമസ സ്ഥലത്ത് സംഭവിച്ച ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ഡോക്ടറിനെ അറിയിക്കാൻ, ഡോക്ടറിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഈ പോലീസുകാരൻ വന്നത്. 11th question. What did the doctor do to save the life of the young man? ആ യുവാവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്താണ് ഡോക്ടർ ചെയ്തത്? Here, with the help of surgeon, the doctor began the work of resuscitation and he continued for 1.5 hours and he revived the life of the young man. നമ്മുടെ ഡോക്ടർ നമ്മുടെ പോലീസുകാരൻ്റെ ഹെൽപ്പോടുകൂടി ഈ യുവാവിൻ്റെ ജീവൻ വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഏതാണ്ട് 1.5 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് ഇവർ വർക്ക് ചെയ്തു. അങ്ങനെ ഒരു പ്രകാരത്തിൽ നമ്മുടെ യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഈ നെഞ്ചത്തമർത്തുന്നതും കൃത്രിമമായി ശ്വാസം നൽകുന്നതും അങ്ങനെയുള്ള പല പല പ്രവർത്തനങ്ങൾ അവർ ചെയ്തു. ഓക്കെ, 12ാമത്തെ ചോദ്യം. Utterly friendless, he had fallen victim to the low society of the streets.
വാട്ട് ഡസ് ദ ഓദർ മീൻ ബൈ ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? കൂട്ടുകാരും ഇല്ലാതിരുന്ന ബോയ് ആ തെരുവിലെ കുത്തഴിഞ്ഞ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി, ഇരയായി മാറി. ഈ പ്രസ്താവന കൊണ്ട് എന്താണ് കഥാകൃത്ത് അർത്ഥമാക്കുന്നതെന്നാണ് ചോദ്യം. As he was a newcomer to that city, he had no friends in the city to advise him or help him, right? So he fell into the bad company of ruined people, and likewise he ruined his life too. അതായത് അദ്ദേഹം ആ ഒരു സിറ്റിയിലെ ഒരു പുതിയ ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹത്തിന് നല്ല കൂട്ടുകാരും ഇല്ലായിരുന്നു. ഇദ്ദേഹത്തെ നേർവഴിക്ക് നയിക്കാനോ ഹെൽപ്പ് ചെയ്യാനോ അഡ്വൈസ് ചെയ്യാനോ ആരുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ബാഡ് കമ്പനിയിൽ, എല്ലാ സ്ട്രീറ്റിലും അതുണ്ടാവും, അതിൽ ചെന്ന് പെടുകയും അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ജീവിതം നശിക്കുകയുമാണ്. 13th question. Why did the young man try to commit suicide? എന്തുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്? The boy lost all his savings, small earnings and belongings in his bet. ഓക്കെ, അവൻ ധാരാളം ബെറ്റുകൾ വെക്കുകയും അതിൽ അദ്ദേഹത്തിൻ്റെ ചെറിയ സമ്പാദ്യം, അതുപോലെ വാങ്ങിവെച്ച സാധനങ്ങളൊക്കെ, അദ്ദേഹത്തിൻ്റെ ഏർണിങ്സും ബിലോങ്ങിങ്സൊക്കെ നശിച്ചു പോവുകയാണ്. എല്ലാം വാത് വെക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഉപയോഗിക്കേണ്ടി വന്നു. സോ he stole 7 pounds and 10 shillings from the office safe to recoup the amount he lost in the bet. But he lost that amount too in gambling. So he was petrified of prosecution and he decided to commit suicide. കുതിരപ്പന്തയങ്ങളിലും മറ്റും ഏർപ്പെട്ട് കയ്യിലുള്ള സമ്പാദ്യമെല്ലാം ഇദ്ദേഹം നശിപ്പിച്ചു കളഞ്ഞു. അതുപോലെ എല്ലാ ബിലോങ്ങിങ്സും ഇദ്ദേഹത്തിന് നഷ്ടമായി. അപ്പം ഈ പോയ ക്യാഷ് എല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി ഒരു ബെറ്റ് നടത്താൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും ഏതാണ്ട് 7 pounds and 10 shillings ഇദ്ദേഹം മോഷ്ടിക്കുന്നു. അത് വെച്ചിട്ട് ഈ പോയ പണമെല്ലാം തിരികെ പിടിക്കാം എന്നാണ് അദ്ദേഹത്തിൻ്റെ വിചാരം. പക്ഷേ ആ ഗ്യാംബ്ലിങ്ങിലും ഇദ്ദേഹം പരാജയപ്പെടുന്നു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഇദ്ദേഹം എന്തായാലും മോഷണക്കുറ്റത്തിന് കോടതി കയറേണ്ടി വരും, താൻ ശിക്ഷിക്കപ്പെടും എന്ന് മനസ്സിലാക്കി എന്നാൽ ആത്മഹത്യ ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്ക് ഈ ചെറുപ്പക്കാരൻ എത്തുകയാണ്. ഓക്കെ, 14th question. Why does the author say that it was the best investment he had ever made? അപ്പം താൻ നടത്തിയതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല നിക്ഷേപം അതായിരുന്നു ഇത് എന്ന് നമ്മുടെ ഡോക്ടർ പറയുന്നതിൻ്റെ കാരണം എന്താണ് എന്നാണ് ചോദ്യം. Actually, the investments he did for material gain produced only anxiety, disappointment and frustration to him. അപ്പോൾ അദ്ദേഹം നല്ല ലാഭം നേടാനായിട്ട് നടത്തിയ നിക്ഷേപങ്ങളെല്ലാം അദ്ദേഹത്തിന് നൽകിയത് എന്താണ്? വളരെയധികം ഉത്കണ്ഠയും വ്യാകുലതയും ഭയവും അതുപോലെ നിരാശയും ഒക്കെയാണ്. ബട്ട് the investment he made with his 7 pounds and 10 shillings gave a new life to a young man. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ 7 poundsഉം അതുപോലെ തന്നെ 10 shillings എന്ന ആ ചെറിയ എമൗണ്ട് കൊണ്ട് അദ്ദേഹം നേടിയെടുത്തത് എന്താണ്? ഒരു യങ് മാൻ പുതിയ ജീവിതം നേടിയെടുക്കാൻ സഹായിക്കുകയാണ് ചെയ്തത്. ആൻഡ് ഇൻ ടേൺ ദ യങ് മാൻ സേവ്ഡ് ഹൺഡ്രഡ്സ് ഓഫ് അഡോളസൻസ് ഫ്രം ദെയർ ബാഡ് ലൈഫ്. അതുമാത്രമല്ല, ഇദ്ദേഹം രക്ഷിച്ചെടുത്ത ആ മനുഷ്യൻ കാരണം ധാരാളം ചെറുപ്പക്കാരെ അവരുടെ നശിച്ച ജീവിതത്തിൽ നിന്നും നന്മയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തിയ ആ ചെറിയ എമൗണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഏറ്റവും വലിയ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് അദ്ദേഹം ജീവിതത്തിൽ നടത്തിയത്. കാരണം അതുകൊണ്ട് ഒരു മനുഷ്യൻ മാത്രമല്ല, ആ മനുഷ്യനിലൂടെ അനേകായിരങ്ങളുടെ ജീവിതം നന്മയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും നല്ല സംതൃപ്തി കിട്ടുന്ന ഒരു കാര്യമാണിത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹി മെയ്ഡ് എവർ. അടുത്ത 15th question ആണ്. ദ സർജൻറ്റ്, ദ ലാൻഡ് ലേഡി ആൻഡ് നറേറ്റർ ഹെൽപ്പ് ദ യങ് മാൻ കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പോലീസുകാരനും വീട്ടുടമസ്ഥയും അതുപോലെ നമ്മുടെ കഥാകാരനും ഈ ചെറുപ്പക്കാരനെ സഹായിച്ചു, അല്ലേ? താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ ഒന്ന് പൂർത്തിയാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ അവരെ എങ്ങനെയാണ് സഹായിച്ചതെന്നുള്ളതാണ് എഴുതേണ്ടത്. ആദ്യമേ തന്നെ സർജൻറ്റ്, അതായത് പോലീസുകാരൻ, അതെന്താ ചെയ്യുന്നത്? ആക്ച്വലി ഹി ഡിസൈഡ് നോട്ട് ടു മേക്ക് എനി റിപ്പോർട്ട് ഓൺ ദ കേസ് ടു അവോയ്ഡ് കോർട്ട് പ്രൊസീഡിങ്സ്, റൈറ്റ്? അതായത് കോടതി മുറിയിലെ നിയമയുദ്ധങ്ങളിലൊന്നും പെട്ടുപോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ കേസ് റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. റിപ്പോർട്ട് ചെയ്യാതെ ഇവനെ രക്ഷിക്കുന്നു, അല്ലേ? അതിൽ അദ്ദേഹം റിസ്ക് ചെയ്യുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ
ജോലി തന്നെ റിസ്ക് ചെയ്യുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ് ഇത് ചെയ്യണമെന്നുള്ളത്. അത് ചെയ്യാതെ ഇവനെ രക്ഷിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി റിസ്ക് ചെയ്യുന്നു. പിന്നെ നമ്മൾ ലാൻഡ് ലേഡിയെ കാണുന്നുണ്ട്. ഈ ലാൻഡ് ലേഡി എന്താ ചെയ്യുന്നത്? ഷീ ഓഫേർഡ് എ മന്ത്സ് ഫ്രീ ബോർഡിങ്. ഒരു മാസത്തെ ഇദ്ദേഹം വീണ്ടും തിരിച്ച് നോർമൽ ലൈഫിലേക്ക് എത്തുന്നോടം വരെ അല്ലേ, അദ്ദേഹത്തിൻ്റെ ആഹാരവും അതുപോലെ താമസമൊക്കെ ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യുകയാണ് ലാൻഡ് ലേഡി. അപ്പോൾ അവിടെ ലാൻഡ് ലേഡി എന്താണ് റിസ്ക് ചെയ്യുന്നത്? ലാൻഡ് ലേഡി റിസ്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ ഒരു മാസത്തെ റെൻറ്റ് അല്ലേ, ചിലവുകൾ മുഴുവൻ വേണ്ട എന്ന് വെക്കുകയാണ്. പിന്നെ നമ്മുടെ നരേറ്ററാണ്. അദ്ദേഹം എന്താ ചെയ്തേ? അദ്ദേഹം ഹി കോൺട്രിബ്യൂട്ടഡ് £7 and 10 shillings ടു പുട്ട് ബാക്ക് ഇൻ ദ ഓഫീസ് സേഫ്. ഇപ്പോൾ ബോയ് മോഷ്ടിച്ച ആ എമൗണ്ട് അത് ചെറുതാണ്, ഏതാണ്ട് 7 പൗണ്ടും 10 ഷില്ലിങ്സുമാണ്. അത് തിരിച്ച് ആ ടേബിളിൽ തന്നെ വെക്കാൻ നമ്മുടെ നരേറ്റർ നൽകുകയാണ്. അതുകൊണ്ട് അദ്ദേഹം എന്താണ് റിസ്ക് ചെയ്യുന്നത്? അദ്ദേഹത്തിന് അത്ര എമൗണ്ട് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നേ ഉള്ളൂ, അല്ലാതെ വേറെ റിസ്ക് ഒന്നുമില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്തേക്കുന്നത് നമ്മുടെ പോലീസുകാരനാണ് അല്ലേ. അദ്ദേഹത്തിനാണ് ജോലി റിസ്ക് ചെയ്യുന്നുണ്ട്. ബാക്കി രണ്ടുപേരും അവർക്ക് വേറെ റിസ്ക്കുകളൊന്നുമില്ല, പക്ഷേ ത്യാഗം സഹിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് നഷ്ടമുണ്ട്, ദാറ്റ്സ് ഓൾ. ഓക്കെ, സോ ഇത്രയുമാണ് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. സോ നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് പോയത്തിൽ കാണാം. താങ്ക് യു ഓൾ.